അതുപോലെ ഫൈനൽ സ്റ്റാൻസയിൽ പറയുന്നത് അവസാനത്തെ ഈ പദ്യഭാഗത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയിൽ പറയുന്നത് എൻവോൺമെൻറ്റ് ഈസ് എ ഹിയർഡ് ഡിനൈങ് ദ ഹ്യൂമൻസ് ക്ലൈംസ് ഓഫ് ദി ഓണർഷിപ്പ് ഇൻ ഫ്രെയിം അതോറിറ്റി ഡിസെൻഡൻസ് നാച്ചുറൽ സേസ്. അപ്പം ശരിക്കും അതിൽ പറയുന്നത് എന്താണ്? ഇല്ല, അവർ മന്ത്രിക്കുന്നു, നിങ്ങൾക്ക് ഒന്നും സ്വന്തമല്ല. ഇല്ല, നിങ്ങൾക്കൊന്നും സ്വന്തമല്ല. അവർ മന്ത്രിക്കുകയാണ്. നാച്ചർ റിമൈൻഡ് ദ ഹ്യൂമൻ ദാറ്റ് ദേ വെയർ മിയർ വിസിറ്റേഴ്സ് ഹൂ ടൂൾ ദ ലിബർട്ടി ഓഫ് എ പ്രൊക്ലമിങ് ഓണർഷിപ്പ്. നിങ്ങൾ വെറും സന്ദർശകരാണ്. എന്താണ്? ഇല്ല, അവർ മന്ത്രിക്കുന്നു, നിങ്ങൾക്കൊന്നും സ്വന്തമല്ല. ഇപ്പോഴും നേരെ മറിച്ചായിരുന്നു. പ്രകൃതി ലോകത്തെ സംഘടിപ്പിച്ചിടത്തോളം ഉടമസ്ഥാവകാശം അർത്ഥശൂന്യമാണ്. മൂന്നാമത്തെ ഖണ്ഡികയിലാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്? വ്യക്തിവരിക്കപ്പെട്ട പ്രകൃതി ലോകത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിലുണ്ട്. ആദ്യത്തെ രണ്ടിനെയും ഖണ്ഡിക്കുന്നു. പതാക അത് ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം നോ യു വോണ്ട് നത്തിങ്. ക്വസ്റ്റ്യൻ ആൻസറായിട്ട് സൂപ്പറായിട്ട് ഇത് എഴുതാം. ലാസ്റ്റ് ഇത് ചോദിക്കും. അനോട്ടേഷൻ മെത്തേഡ് പോലെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിക്കും. അപ്പം നോ യു വോണ്ട് നത്തിങ്. പ്രകൃതി പറയുകയാണ്. അപ്പോൾ എന്താണ് പ്രകൃതി പറയുന്നത്? ഇല്ല, അവർ മന്ത്രിക്കുന്നു, നിങ്ങൾക്ക് ഒന്നും സ്വന്തമല്ല എന്ന്. നാച്ചർ റിമൈൻഡ് ദ ഹ്യൂമൻസ് ദേ വെയർ വിസിറ്റ്. നിങ്ങളെന്താണ്? നിങ്ങൾ വെറും ഒരു സന്ദർശകർ മാത്രമാണ്. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നാച്ചുറൽ നിങ്ങളൊരു വെറും സന്ദർശകർ മാത്രമാണ്. ഹ്യൂമൻ അക്കംപ്ലിഷ്മെൻറ്റ് സച്ച് ആസ് എ ക്ലൈംബിങ് എ മൗണ്ടെയിൻ ആൻഡ് പ്ലാന്റിങ് ഫ്ലാഗ് ആൻഡ് ഇറവലൻറ്റ് കമ്പയർഡ് ടു ദ ഗ്രാൻഡ് സ്കീം ഓഫ് നാച്ചർ. അപ്പോൾ പതാക നടുക എന്ന് പറയുന്നതും എന്താണ്? പ്രഖ്യാപിക്കുക എന്നിങ്ങനെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്ന പ്രക്രിയയാണ്. അപ്പം ലോകത്തിലെ വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ആദ്യത്തെ രണ്ടിനെയും നമ്മൾ ബന്ധിപ്പിക്കുന്നു, രണ്ട് സ്റ്റാൻസുകളെ. മൂന്നാമത്തെ സ്റ്റാൻസ് പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു വ്യക്തിക്ക് എന്താണ്? സ്വന്തമല്ല. പ്രകൃതിയുടെ മർമ്മരമനുസരിച്ച് എന്താണ്? പതാക നാട്ടുകയാണ്. ഇപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഒരു സ്ഥലത്ത് പിടിച്ചടക്കിയിട്ട് അവിടെ അവരുടെ പതാക അങ്ങ് നാട്ടും. പതാക അങ്ങ് നാട്ടുമ്പോഴത്തേക്ക് അത് അവരുടെ രാജ്യമായി മാറും. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ അക്കംപ്ലിഷ്മെൻറ്റ് സച്ച് ആസ് എ ക്ലൈംബിങ് എ മൗണ്ടെയിൻ ആൻഡ് പ്ലാന്റിങ് ഫ്ലാഗ് ആർ ഇറവലൻറ്റ്. അവരവിടെ അങ്ങ് എന്ത് ചെയ്യും? അവർ ഒരു പതാക അങ്ങ് നാട്ടി വയ്ക്കും. അപ്പോൾ അത് അവരതായിട്ട് അവർ എന്താണ്? വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ക്ഷണികമാണ് ഇതെല്ലാം. ഹ്യൂമൻ ലൈഫിന് ഇത് വെറും ക്ഷണികമാണ്. അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സമയമില്ലായ്മയുടെ, ഈ വേൾഡിൽ ഇവർ കാണിക്കുന്ന സമയമില്ലായ്മയുടെ ഒരു വെറും എന്താണ്? വെറുതെ ഉള്ള കാര്യമാണ് അവരിവിടെ കാണിക്കുന്നത്. അർത്ഥശൂന്യമായിട്ടാണ് അവരിവിടെ പറയുന്നത്. ഒരു വ്യക്തി ഒരു പതാക നട്ടുപിടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ചെടി നട്ടുപിടിപ്പിച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതിനാൽ മരങ്ങൾ എന്താണ്? ആളുകളുടെ സ്വന്തമല്ല. മരങ്ങൾ അതുകൊണ്ട് അവരുടെ സ്വന്തമല്ല. ഒരിക്കലും ഒരു വ്യക്തിയുടെ സ്വന്തമല്ല. പ്രകൃതിയുടെ മർമ്മരമനുസരിച്ച് മനുഷ്യർ ലോകത്തിൻ്റെ ഉടമസ്ഥരാണ് എന്ന് ലോകം മനുഷ്യരുടെ സ്വന്തമല്ല. പക്ഷേ അവർ വിശ്വസിക്കുന്നു അങ്ങനെയാണ്. മനുഷ്യർ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? പ്രകൃതി അവരുടെ സ്വന്തമാണ് എന്നുള്ള രീതിയിലാണ് അവർ കമ്പയർ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത് ഈ പ്രകൃതിയിൽ. അപ്പം നെവർ ബിലോങ്ഡ് ടു മാൻ കൈൻഡ്. മനുഷ്യവർഗത്തിൽപ്പെട്ടത് അവൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് ഇതെന്ന്. പക്ഷെ ഹ്യൂമൻ നെവർ വോണ്ടഡ് ഇറ്റ്. പക്ഷെ മനുഷ്യന് സ്വന്തമല്ല. മനുഷ്യനിത് സ്വന്തമല്ല. ദ പോയം റിവീൽ. ദ പോയം വ്യക്തമാക്കുന്നത് അതാണ്. കോൺട്രറി ടു ബിലീഫ്സ് ഇറ്റ് ഈസ് എ നാച്ചർ ദാറ്റ് വോൺസ് ഹ്യൂമൻ. ഇറ്റ് ഈസ് എ ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻസ് ടു വോൺ ആൻഡ് കൺട്രോൾ നാച്ചർ. ഒരു കാരണവശാലും എന്താണ്? കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനുള്ള സ്വന്തമായി നിയന്ത്രിക്കാനുള്ള മനുഷ്യന് എന്താണ്? ഇമ്പോസിബിളാണ്. അവന് സാധ്യമല്ല. പോസിബിൾ സാധ്യമാണ്, ഇമ്പോസിബിൾ സാധ്യമല്ല. അപ്പോൾ ഇറ്റ് ഈസ് എ ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻ ടു വൺ ആൻഡ് കൺട്രോൾ നാച്ചർ. ഒരിക്കലും ഇത് അവന് സാധ്യമല്ല. ബൈ പേഴ്സണിഫൈങ് എന്താണ്? നാച്ചുറൽ എലമെൻറ്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഹ്യൂമൻ എൻറ്റൈറ്റിൽമെൻറ്റ്. ദ പോയം എൻകറേജ് ഹ്യൂമിലിറ്റി. അപ്പം ശരിക്കും റെക്കഗ്നൈസ് ഓഫ് ദ ഇക്കോളജിക്കൽ എന്താണ്? ഇൻ്റർ കണക്റ്റഡൻസ് ആൻഡ് ഡീപ്പർ അപ്രിസിയേഷൻ ഫോർ ദ എൻവോൾമെൻറ്റിൽ എന്താണ്? അപ്രിസിയേഷൻ ചെയ്യുകയാണ്. പ്രചോദനം നൽകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പരസ്പര ബന്ധപ്പെട്ടിരിക്കുന്നു. ആരൊക്കെ? റെക്കഗ്നൈസ് ഓഫ് ഇക്കോളജിക്കൽ ആവാസ വ്യവസ്ഥയുമായിട്ട് അംഗീകരിക്കപ്പെട്ട് കിടക്കുകയാണ്.
ഈ പോയത്തിൽ കൂടി കവി പറയുന്നത് വിനയമാണ് നമുക്ക് ആരോട് വേണ്ടത്? പ്രകൃതിയോട് വേണ്ടത്. നമ്മൾ പ്രകൃതിയെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, വിനയം കാണിക്കുക. ഇറ്റ് അർജസ് റീഡേഴ്സ് ടു റിവീൽസ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ദ നാച്ചർ. നമ്മൾ എന്തിനു പ്രേരിപ്പിക്കുന്നു? എന്തിനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്? പ്രകൃതിയുമായുള്ളൊരു ബന്ധമാണ് ഉണ്ടാക്കേണ്ടത്. പ്രൊമോട്ടിങ്, അതിനെ പ്രോത്സാഹിപ്പിക്കണം. മോർ സസ്റ്റൈനബിൾ, സുസ്ഥിരമായ ആൻഡ് റെസ്പെക്റ്റബിൾ അപ്രോച്ച് ടു ദ നാച്ചുറൽ വേൾഡ്. ലോകത്തിനെ ഈ പ്രകൃതിയെ നമ്മൾ എങ്ങനെ സമീപിക്കണമെന്നാണ്? റെസ്പെക്റ്റ്ഫുൾ, ബഹുമാനത്തോടുകൂടി. അപ്രോച്ച് ടു ദ നാച്ചുറൽ വേൾഡ്, സമീപിക്കുന്നു. റെസ്പെക്റ്റബിളായിട്ട് നമ്മൾ ടു ദ നാച്ചുറൽ വേൾഡിനെ സമീപിക്കുക. സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ഈ നശിച്ചു പോകുന്ന, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകളായാലും അതുപോലെ ജീവികളായാലും അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം, അങ്ങനെ ഒരു ബന്ധം പ്രകൃതിയുമായി നമ്മൾ ഉണ്ടാക്കി വെക്കണമെന്നാണ്, അതിനെ പ്രേരിപ്പിക്കണമെന്നാണ് ഈ മൊമെൻറ്റിൽ കൂടി നമുക്ക് കവി പറയുന്നത്. അപ്പം ദ മൊമെൻറ്റ് ഈസ് എ പോയം ദ ഫീച്ചറിങ് എ ലോട്ട് ഓഫ് ലിറ്റററി ഡിവൈസസ് ദ ലാക്സ് of clear rhyming scheme. Literary devices are employed to enhance the text's depth and aid readers in the despairing it is a hidden meaning. ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം, ചരിത്രാതീത കാലം മുതൽ ചരിത്രത്തിലുടനീളം ഭൂമിയുടെ ഉടമസ്ഥാവകാശം ശക്തവും പ്രധാനപ്പെട്ടതുമായ ഒരു വീക്ഷണമായിരുന്നു. എന്നാൽ ദ മൂവ്മെന്റ് എന്ന വിഷയത്തെ ചിന്താതീതികമായ രീതിയിൽ വെല്ലുവിളിക്കുന്നു. ഒരർത്ഥത്തിൽ എണ്ണമറ്റ ജീവർഗങ്ങൾ അതിൻ്റെ ആലിംഗനത്തിനുള്ളിൽ ഒരു വീട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നിരീക്ഷിച്ച് പ്രകൃതി ലോകത്തെ വ്യക്തിപരമാക്കുന്നതിലൂടെ കഥയുടെ മറുവശം അത് നൽകുന്നു. ദ മൂവ്മെൻ്റ് അതിനെ നന്നായി വിവരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ പോയത്തിൽ കൂടി നമ്മൾ പ്രകൃതി നമുക്ക് വേണ്ടി ആണ്, ശരിക്കും നമ്മൾ പ്രകൃതിക്ക് വേണ്ടി വേണം ജീവിക്കാൻ. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വിനയത്തോടെ ബഹുമാനത്തോടെ അതിനെ സംരക്ഷിച്ചു കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. എങ്ങനെ കൺസർവ് ചെയ്യണം, നമ്മൾ പ്രിസർവ് ചെയ്യണം. എന്താണ്? മരങ്ങൾ വെട്ടിമുറിച്ചും പാറകളൊക്കെ വെട്ടിപ്പൊളിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ, ഒരു മരം വെട്ടുമ്പോൾ രണ്ട് മരം നട്ടുപിടിപ്പിക്കണമെന്ന് പറയും പോലെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ പ്രകൃതി നമ്മളെ അതേപോലെ സമീപിക്കുമെന്നാണ് ഈ കവിതയിൽ കൂടി നമുക്ക് മാർഗരറ്റ് അറ്റ്വുഡ് കാണിച്ചു തരുന്നത്.